തളർന്നു. ചെറുതായിട്ടൊന്ന് വിശ്രമിച്ചതിന് ശേഷം നുസാപ്പേനയിലെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. ഏഞ്ചൽസ് ബിൽബോങ് എന്ന് പറഞ്ഞ ലൊക്കേഷനിലേക്കാണ് ആദ്യം വന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലിഫ് ഏരിയ ആണ് ഇത്. തിരമാലകൾ ഇങ്ങനെ വന്ന് പാറയിലടിക്കുമ്പോൾ പല കളറിലായിട്ട് വെള്ളം മാറുന്നതൊക്കെ നമുക്ക് കാണാം. നല്ല വെയിലായിരുന്നു. ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് താഴെയുള്ള മെയിൻ വ്യൂ പോയിന്റിലേക്ക് വന്നതാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഞങ്ങൾ ബ്രോക്കൺ ബീച്ചിലേക്കാണ് അടുത്തത് പോയിട്ടുള്ളത്. നൂറ്റാണ്ടുകളോളം പാറയിൽ തിരമാല അടിച്ച് ഇതുപോലൊരു ദ്വാരം ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ ബ്രോക്കൺ ബീച്ച് എന്നറിയപ്പെടുന്നത്. അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ട്രീ ഹൗസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ എത്തിപ്പെടാൻ ചില്ലറ പാടൊന്നും അല്ല. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ എല്ലാ ഫോട്ടോ സ്പോട്ടുകളിലും നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നടക്കാൻ തയ്യാറായിട്ട് തന്നെ വരണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള ആ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. തളർന്നോ? ഇവിടെ മരിച്ചേക്ക്, ഞാനും പകുതി മരിച്ചു. തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ക്യൂട്ട് കഫേ കണ്ട് അവിടെ കയറി ഫുഡ് കഴിച്ച് ഇനി നേരെ റൂമിലേക്ക്.